വിശദമായ റിപ്പോർട്ടിലേക്ക്. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ആലപ്പുഴയിലെ കള്ളുഷാപ്പുകളടക്കം 168 മദ്യവിൽപ്പനശാലകൾ പൂട്ടിയതോടെ നിലവിൽ പ്രവർത്തിക്കുന്ന ബെവറേജസ് ഔട്ട്ലെറ്റുകൾ പോലീസ് നിയന്ത്രണത്തിലായി. ക്രമാതീതമായ തിരക്കാണ് ഇവിടെയെല്ലാം അനുഭവപ്പെടുന്നത്. കഞ്ഞിക്കുഴി മുഹമ്മ പഞ്ചായത്തിന്റെ അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന ഏക ബിവറേജസ് കോർപ്പറേഷന് മുന്നിലാണ് രാവിലെ മുതൽ തന്നെ കിലോമീറ്റർ നീണ്ട ക്യൂ കാണപ്പെട്ടത്. ജില്ലയിലെ 168 മദ്യഷാപ്പുകൾ കോടതി ഉത്തരവിനെ തുടർന്ന് അടച്ചുപൂട്ടിയതോടെയാണ് അവശേഷിക്കുന്ന ബിവറേജിന് മുന്നിൽ അസാധാരണമായ നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടത്. വായിക്കാതിരിക്കത്തില്ല, കാരണം ഇപ്പോൾ ജനങ്ങൾക്ക് ഈ സാധനം കൂടിയേ തീരും. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. കാശുള്ളത് ഇപ്പോഴും വീട്ടിൽ വെച്ച് തീർച്ചയായിട്ടും അടിക്കും. ഞങ്ങളെപ്പോഴും ആൾക്കാരാണെങ്കിൽ എത്ര കിലോമീറ്റർ വരണം, ഒരു ദിവസത്തെ പണിയെടുത്ത് ഷാപ്പ് അടച്ച് ഇപ്പോൾ ഓരോരുത്തർ കുഴഞ്ഞു വീണ് ഇരിക്കുന്നു. ഇവിടെ കുഴഞ്ഞു വീണ ഒരാളിപ്പോൾ ഞങ്ങൾ കണ്ട കുഴഞ്ഞു വീണ് കിടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ തുടങ്ങിയത് എന്ത് ചെയ്യും? ഇപ്പോൾ കഞ്ചാവും മയക്കുമരുന്നിൻ്റെ ഒരു ഏരിയ ആയിക്കൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന പലരും ഇടയ്ക്ക് കുഴഞ്ഞു വീണു. റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടതോടെ ഇതുവഴി വന്ന ആംബുലൻസുകൾക്ക് പോലും തിരക്ക് തടസ്സമായി വന്നു. ചേർത്തല, തണ്ണീർമുക്കം, ആലപ്പുഴ, കുട്ടനാട് പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ് തുറന്നു പ്രവർത്തിക്കുന്ന മദ്യശാലകൾ തേടി രാവിലെ മുതൽ തന്നെ കഞ്ഞിക്കുഴിയിലെത്തിയത്. ഗ്രാമാന്തരീക്ഷം നഷ്ടപ്പെട്ട് തിരക്കിലേക്ക് വീണതോടെ പ്രദേശവാസികളും തങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട കലിപ്പിലാണ്. നോട്ട് നിരോധനത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ക്യൂ ആണ് ഇപ്പോൾ സംസ്ഥാനത്തെ ബിവറേജസ് കോർപ്പറേഷന് മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 കിലോമീറ്ററിലധികം നീണ്ടു നിൽക്കുന്ന ക്യൂവിൻ്റെ പുറകിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും ഈ ക്യൂവിൻ്റെ നീളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറാമാൻ രതീഷ് രാജിനൊപ്പം ഷാജഹാൻ. കൊല്ലം ഇരവിപുരത്ത് മദ്യവിൽപ്പനശാലയ്ക്ക് മുൻപിൽ വൻ തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസിനെ നിയോഗിച്ചു. നഗരത്തിൽ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഇരവിപുരത്തും മാത്രമാണ് ചില്ലറ മദ്യവിൽപ്പനശാലകൾ പ്രവർത്തിക്കുന്നത്. സുപ്രീം കോടതി വിധിയെ തുടർന്ന് മറ്റ് ശാലകൾ പൂട്ടിയതോടെ മദ്യത്തിനായി ആവശ്യക്കാർ പരക്കം പായുകയാണ്. ഇരവിപുരത്ത് പോലീസ് ലാത്തി വീശി ഗതാഗതക്കുരുക്ക് നേരിടുകയാണ്. കൂടുതൽ കൗണ്ടറുകൾ തുറന്നുവെങ്കിലും പര്യാപ്തമല്ല. ഇരവിപുരത്ത് 2 ക്യൂ ഉണ്ടെങ്കിലും പരിഹാരം ആകുന്നുമില്ല. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ പ്രതിസന്ധി ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്താണ് കൊല്ലത്തെ ഒരു പൊതുവായ ചിത്രം? ഏറ്റവും ഒടുവിലത്തെ വിവരം, ചിന്നക്കടയിൽ സിവിൽ സപ്ലൈസിന്റെ ഈ മദ്യവിൽപ്പനശാല മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റിയിരുന്നു. അതിപ്പോൾ പ്രവർത്തിച്ചു വരികയായിരുന്നു. അവിടെ പ്രവർത്തനം അനുവദിക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഇപ്പോൾ അവിടെ അതിന്റെ ഗേറ്റ് ഉപരോധിക്കുകയാണ്. വൻ പോലീസ് സന്നാഹവുമുണ്ട്. ഒരാളെ പോലും അകത്ത് കടത്തിവിടുന്നില്ല. അതിലുള്ളവർ മദ്യം വാങ്ങാൻ വന്നവർ അതിനുള്ളിൽ പെട്ടും പോയിട്ടുണ്ട്. അവർക്ക് പുറത്തിറങ്ങാനും കഴിയാത്ത സാഹചര്യമാണ്. ഇതുപോലെ തന്നെയാണ് ജില്ലയിലെ പല സ്ഥലങ്ങളിലും പൂട്ടിയ ശാലകൾക്ക് പുതുതായി തുടങ്ങാനുള്ള അനുവാദവും നൽകുന്നില്ല. നിലവിൽ പ്രവർത്തിക്കുന്നത് പോലും ജനവാസ കേന്ദ്രങ്ങളിൽ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ. അവരുടെ സുരക്ഷയെ സംബന്ധിച്ചാണ് അവർ ആശങ്ക ഉന്നയിക്കുന്നത്. സ്വൈരജീവിതം കഴിയാത്ത ഒരു സാഹചര്യമാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്ന വിവരം. അതേസമയം ഇരവിപുരത്ത് ഇന്ന് രാവിലെ മുതൽ തന്നെ തുറക്കുന്നതിന് മുമ്പ് തന്നെ ക്യൂ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇപ്പോൾ വലിയ തോതിലുള്ള ക്യൂ ആണ് ഇപ്പോഴും അവിടെ തുടരുന്നത്. നിരവധി കൗണ്ടറുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതിന്റെ അനിയന്ത്രിതമായ നിലയിൽ തന്നെയാണ് ഇപ്പോഴും മദ്യം വാങ്ങാൻ എത്തുന്നവരുടെ തിരക്ക് അവിടെ പ്രകടമാവുന്നത്. കൊല്ലം നഗരത്തിൽ തന്നെ 10 കിലോമീറ്റർ ചുറ്റളവിൽ 2 മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കൂടുതൽ ആൾക്കാർ ഇത് അറിഞ്ഞ് ആ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ പോലീസ് സുരക്ഷയും ഇപ്പോൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പ്രധാനമായും ഇതിൽ ഈ മദ്യപിക്കുന്നവർ ആവശ്യപ്പെടുന്നത് ഒന്നുകിൽ എക്സൈസ് ഓഫീസിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ വെച്ച് തങ്ങൾക്ക് മദ്യം വിൽക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഷാപ്പുകൾ മുഴുവനും മദ്യശാലകൾ ഇതുപോലെയുള്ള സർക്കാരിന്റെ സ്ഥാപനങ്ങളിലേക്ക് തന്നെ മാറ്റിക്കഴിഞ്ഞാൽ ഈ യാതൊരു ആശങ്കയും ഭീഷണിക്കും ഇവിടെ ഉണ്ടാകുന്ന സാഹചര്യമില്ല. മദ്യം സുലഭമായി ലഭിക്കുകയും ചെയ്യും. അതേസമയം ഇപ്പോൾ എക്സൈസും പോലീസും ശക്തമായ നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. മുമ്പ് മയക്കുമരുന്ന് കേസുകളിൽ അതുപോലെ മദ്യവിൽപ്പന ഉൾപ്പെടെയുള്ള വ്യാജമദ്യ കേസുകളിൽ പെട്ടവരെ ഇപ്പോൾ പോലീസും എക്സൈസും നിരീക്ഷിച്ചു വരികയാണ്. ഒഴുപ്പ് കേന്ദ്രങ്ങൾ സജീവമാകുന്നു എന്നുള്ള ഇതിന്റെ വിവരങ്ങളെല്ലാം പോലീസിനും എക്സൈസിനും ലഭ്യമായിട്ടുണ്ട്. അത്തരം ഗ്രാമപ്രദേശങ്ങളൊക്കെ ലക്ഷ്യമാക്കി ഇപ്പോൾ പോലീസിന്റെ പട്രോളിംഗും എക്സൈസിന്റെ പട്രോളിംഗും ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട്. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ മദ്യശാലകൾ മാറ്റാനുള്ള സുപ്രീം കോടതി വിധി നടപ്പായതോടെ സംസ്ഥാനത്ത് സർക്കാരിൻ്റേത് ഉൾപ്പെടെ 1956 മദ്യശാലകൾക്കാണ് താഴെ വീണത്. ബഹുഭൂരിപക്ഷം ചില്ലറ മദ്യവിൽപ്പനശാലകൾക്കും ബിയർ വൈൻ പാർലറുകൾക്കും പൂട്ടുവീണത് സർക്കാരിന്റെ വരുമാനത്തിൽ 50% കുറവുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവായി പ്രഖ്യാപിച്ച് എക്സൈസ് പരിശോധന ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. മദ്യം ലഭിക്കാത്തതിനെ തുടർന്ന് പല ഔട്ട്ലെറ്റുകളിലും നേരിയ സംഘർഷവും ഉണ്ടായി.
സുപ്രീം കോടതി വിധി നടപ്പായി. സംസ്ഥാനത്ത് ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ 1956 മദ്യശാലകൾ അടച്ചുപൂട്ടി. ബഹുഭൂരിപക്ഷം ബിയർ വൈൻ പാർലറുകൾക്കും ചില്ലറ വിൽപ്പനശാലകൾക്കും പൂട്ടുവീണതോടെ സംസ്ഥാനത്തെ മദ്യവ്യവസായവും തകർച്ചയിലായിരിക്കുകയാണ്. ആകെയുള്ള 818 ബിയർ പാർലറുകളിൽ 586 എണ്ണത്തിനും താഴ്വീണു. 11 5 സ്റ്റാർ ഹോട്ടലുകളിലെ ബാറുകളും സുപ്രീംകോടതി വിധിയിലൂടെ പ്രവർത്തനരഹിതമായി. എക്സൈസ് അധികൃതരുടെ കണക്ക് പ്രകാരം എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ മദ്യശാലകൾ അടച്ചുപൂട്ടിയത്, 295 എണ്ണം. തിരുവനന്തപുരം ജില്ലയിൽ 84, കണ്ണൂരിൽ 105, പാലക്കാട് 204, വയനാട്ടിൽ 25, തൃശൂരിൽ 251 മദ്യവിൽപ്പനശാലകൾ പൂട്ടിക്കഴിഞ്ഞു. മദ്യശാലകൾ എത്രയൊക്കെ പൂട്ടിയാലും ആവശ്യക്കാർ അത് തേടി ഉപയോഗപ്പെടുത്തുമെന്നതും വസ്തുതയാണ്. ഈ രാവിലെയൊക്കെ ഇപ്പോൾ സാറ് നിത്യമായിട്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സാധനം എവിടെ ഉണ്ടോ അത് അന്വേഷിച്ചിട്ട് ഇവരങ്ങ് പരച്ചും പാച്ചിലാണ്. കുറേ പേര് എങ്ങനെയാലും എന്തെങ്കിലും കിട്ടുന്നതൊക്കെ കുടിച്ച് നശിക്കും, കുറേ പേര് ഇതിൽ നിന്ന് മാറും. പലരും മദ്യശാലകളുടെ ഔട്ട്ലെറ്റുകൾ എവിടെയാണ് തുറന്നു പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ച് നെട്ടോട്ടത്തിലായി. മറ്റു ചിലരാകട്ടെ പ്രതീക്ഷയോടെ മദ്യം വാങ്ങാമെന്ന് കരുതി വിൽപ്പനശാലകളിലെത്തിയെങ്കിലും ഔട്ട്ലെറ്റുകൾ അടഞ്ഞുകിടന്നത് അത്തരക്കാരെ നിരാശരാക്കി. തുറന്നു പ്രവർത്തിച്ച മദ്യവിൽപ്പനശാലകളിൽ വലിയ തിരക്കായിരുന്നു. പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി പോലീസിനും രംഗത്തെത്തേണ്ടി വന്നു. അതേസമയം ഈ മാസം 20 വരെയുള്ള കാലയളവ് സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവായി പ്രഖ്യാപിച്ച് എക്സൈസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. വ്യാജ മദ്യവിൽപ്പന തടയാൻ പോലീസും ഫലപ്രദമായ നടപടികളുമായി രംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഫോൺ കെണി വിവാദത്തിൽ അന്വേഷണ സംഘം ചാനലിൽ തെളിവെടുപ്പ് നടത്തി ജീവനക്കാരിൽ നിന്നും മൊഴിയെടുത്തു. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട പെൺകുട്ടിക്ക് നോട്ടീസ് അയച്ചു. കണിയാപുരം സ്വദേശിനിയായ പെൺകുട്ടിക്കാണ് നോട്ടീസ് അയച്ചത്. KG ദിനകർ ചേരുന്നു ന്യൂസ് റൂമിൽ നിന്ന്. ദിനകർ, മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, ഫോൺ കെണി സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം വാർത്ത സംപ്രേഷണം ചെയ്ത സ്വകാര്യ ചാനലിൻ്റെ ആസ്ഥാനത്ത് എത്തി തെളിവുകൾ ശേഖരിച്ചു. ചില ജീവനക്കാരിൽ നിന്നും മൊഴി എടുക്കുകയാണ് ഉണ്ടായത്. ഡിവൈഎസ്പിമാരായ ബിജുമോൻ, ഷാനവാസ്, രാധാകൃഷ്ണൻ എന്നീ 3 പേരാണ് ഇന്ന് ചാനലിൻ്റെ ആസ്ഥാനത്ത് എത്തിയത്. ഫോൺ കെണി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ അന്വേഷണം ദ്രുതഗതിയിൽ മുന്നേറുന്നത്. ചില ജീവനക്കാരിൽ നിന്നുമാണ് ഇന്ന് മൊഴിയെടുത്തത്. മറിച്ച് 9 പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇവരോടൊന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇന്ന് അവധി ചോദിക്കുകയായിരുന്നു. ഒരുപക്ഷെ നാളെ ഇവർ ഹാജരാകാനുള്ള സാധ്യത ഉണ്ട്. നാളെ ഹാജരാകാൻ വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 9ാം പ്രതിയായി ചേർത്തിരിക്കുന്ന പെൺകുട്ടിക്കും നോട്ടീസ് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാട്ടി നോട്ടീസ് അയച്ചിട്ടുണ്ട്. കണിയാപുരം സ്വദേശിനിയാണ്, മംഗളത്തിലെ ജീവനക്കാരി കണിയാപുരം സ്വദേശിനിക്കാണ് നോട്ടീസ് അയച്ചിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ശക്തമായ അന്വേഷണമാണ് നടത്തുന്നത്. കൃത്യമായ അന്വേഷണത്തിലൂടെ കുറ്റക്കാരെ കണ്ടെത്തി തക്കതായ ശിക്ഷ ഉറപ്പാക്കുമെന്നാണ് DGP ലോക്നാഥ് ബെഹ്റ ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചത്. പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ചാനലിൻ്റെ MD ഉൾപ്പെടെ 9 പേർക്കെതിരെയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഗൂഢാലോചന, അതോടൊപ്പം തന്നെ IT ആക്ട് പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതേസമയം പ്രതി ചേർക്കപ്പെട്ട 9 പേരും ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടതില്ല എന്നാണ് സർക്കാരിൻ്റെ നിലപാട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന മുൾമുനയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ പെൺകുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട്, പെൺകുട്ടികളായിട്ടുള്ള മാധ്യമപ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് ഫോൺ കെണിയിൽ ഉൾപ്പെടുത്തിയത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അരുൺ, ഈ മൊഴിയെടുക്കുകയായിരുന്നോ അതോ ചോദ്യം ചെയ്യുകയായിരുന്നോ ദിനകർ? മറ്റൊന്ന്, ഈ പ്രതിപട്ടികയിൽപ്പെട്ട 9 പേരോടാണോ ഈ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ മൊഴിയെടുക്കൽ ഉണ്ടായത്, അതോ പൊതുവിലുള്ള ജീവനക്കാരോടോ? അരുൺ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് FIR-ൽ ഉൾപ്പെട്ടിട്ടുള്ള 9 പേർക്ക് പുറമെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സാങ്കേതിക പ്രവർത്തകരിൽ നിന്ന് ഉൾപ്പെടെയാണ് മൊഴിയെടുത്തത്. അതായത് ഇവരിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ വിശദീകരണം ചോദിക്കുകയായിരുന്നു. എന്താണ്, എങ്ങനെയാണ് ഇത് എഡിറ്റ് ചെയ്തത് എന്നത് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ച് മനസ്സിലാക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പൂർണ്ണരൂപം, അതായത് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്തത് അതിൻ്റെ എഡിറ്റ് ചെയ്ത വേഷനാണ്. അതിൻ്റെ പൂർണ്ണരൂപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എവിടെയാണ് അത്, അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കാനുള്ള നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചത്. അതിൻ്റെ വിശദാംശം
വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം സാങ്കേതിക പ്രവർത്തകരെ ഉൾപ്പെടെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച മറ്റുള്ളവരുടെ ഇടപെടലിനെ കുറിച്ച് കൂടിയാണ് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയത്. അവരിൽ നിന്ന് അത്തരം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നത്. അരുൺ. KG ദിനകരാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് റൂമിൽ നിന്ന്. AK ശശീന്ദ്രനെതിരായ ഫോൺ കെണിയിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തുമെന്നും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. വിജിലൻസിന്റെ താൽക്കാലിക ചുമതല മാത്രമാണ് തനിക്കുള്ളത് എന്നും അവധി കഴിഞ്ഞ ജേക്കബ് തോമസ് തിരിച്ചെത്തിയാൽ ചുമതല കൈമാറുമെന്നും ബെഹ്റ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഞാനൊരു വളരെ എക്സ്പേർട്ടുള്ള ടീമിക്ക് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അവർ വളരെ നല്ല രീതിയിൽ നിഷ്പക്ഷമായിട്ട് ഡെഫിനറ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യൂ. അതിലൊരു സംശയമൊന്നുമില്ല. അല്ല, വിജിലൻസ് ഇപ്പോൾ ടെമ്പററി ചാർജ് അല്ലേ, അദ്ദേഹം ലീവിൽ പോയിരിക്കുകയാണോ, ലീവിൽ വന്നിട്ട് അദ്ദേഹം ജോയിൻ ചെയ്യൂ. പിന്നെ ഞാനൊരു ടെമ്പററി ചാർജ്, ഗവൺമെൻറ് ഓർഡർ പ്രകാരം ടെമ്പററി ചാർജാണ്. ടെമ്പററി ആൾക്കാർ ടെമ്പററി രീതിയിൽ ജോലി ചെയ്യൂ. മാധ്യമം എന്നത് വ്യവസായം മാത്രമല്ല, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംരംഭം കൂടിയാണ് എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇതെല്ലാം വിസ്മരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തലപൊക്കിയിരിക്കുന്നു. ഇതിൽ വനിതകൾ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചത് നല്ല സൂചനയാണ് എന്നും കോടിയേരി ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. മിക്ക മാധ്യമങ്ങളെയും കോർപ്പറേറ്റുകൾ വിഴുങ്ങുകയാണ്. സാധാരണക്കാരുടെ ശബ്ദമാകാൻ അവർക്ക് സാധിക്കുന്നില്ല. അത് തിരുത്തപ്പെടണം. അഴിമതിക്കാരെയും ദുർനടപ്പുകാരെയും തുറന്നു കാട്ടാനുള്ള മാധ്യമ പ്രവർത്തനത്തെ ആരും എതിർക്കില്ല. എന്നാൽ ജനങ്ങളെല്ലാം കാണുന്നും വിലയിരുത്തുമെന്നും ഉണ്ട് എന്നത് മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കണമെന്നും സ്വയം തിരുത്തി മുന്നേറണമെന്നും കോടിയേരി ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. ബീഫ് രാഷ്ട്രീയം വിളമ്പി മലപ്പുറത്ത് BJP. ജയിച്ചാൽ അറവുശാലകളിൽ നല്ല ബീഫ് ലഭ്യമാക്കുമെന്ന് NDA സ്ഥാനാർത്ഥി ശ്രീപ്രകാശ്. വിവിധ സംസ്ഥാനങ്ങളിൽ അറവുശാലകൾ നിരോധിച്ചത് കോൺഗ്രസ് സർക്കാരുകളാണ് എന്നും ശ്രീപ്രകാശ് പറഞ്ഞു. മലപ്പുറത്തെ 70% വരുന്ന മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് ബീഫ് രാഷ്ട്രീയം NDA ചർച്ചയാക്കുന്നത്. നല്ല ഭക്ഷണം എല്ലാവർക്കും ലഭ്യമാക്കുകയാണ് NDA ലക്ഷ്യമെന്ന് പറഞ്ഞാണ് മലപ്പുറത്തെ സ്ഥാനാർത്ഥി ശ്രീപ്രകാശ് ബീഫ് വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയത്. മലപ്പുറത്തെ അറവുശാലകളിൽ നല്ല ബീഫ് ലഭ്യമാക്കും. രാജ്യത്ത് അറവുശാലകൾ നിയമം മൂലം നിരോധിച്ചത് BJP മാത്രമല്ല, കോൺഗ്രസ് സർക്കാരുകൾ കൂടിയാണെന്നും ശ്രീപ്രകാശ് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയും BJPയും അധികാരിച്ച സ്ഥലത്ത് അത് നിർത്തലാക്കിയിട്ടുണ്ട്, നിയമം പരിഷ്കരിച്ചിട്ടുണ്ട്, അതൊന്നും സംശയമില്ല. പക്ഷേ ബീഫ് കഴിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റ് അറവുശാലകൾക്കോ യാതൊരു നിരോധനവുമില്ല. ബീഫ് സുഗമമായി കഴിക്കാൻ പറ്റും. ബീഫ് വില കുറഞ്ഞ രീതിയിൽ കൊടുക്കാനുള്ള അവസരം എന്താണ് എന്ന് പരിശോധിക്കും. മുത്തലാഖ് നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങളെ പിന്തുണയ്ക്കുമെന്നും ശ്രീപ്രകാശ് മലപ്പുറം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖത്തിൽ വ്യക്തമാക്കി. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ മാത്രം വിവേചനത്തിനിരയാകുന്നത് ശരിയല്ലെന്നും ശ്രീപ്രകാശ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കയ്യേറ്റവും കുടിയേറ്റവും രണ്ടും രണ്ടാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. മൂന്നാറിൽ കുടിയേറ്റക്കാർ പേടിക്കേണ്ടതില്ലെന്നും എന്നാൽ കയ്യേറ്റക്കാർ വിഷമിക്കേണ്ടി വരുമെന്നും കാനം പറഞ്ഞു. കുടിയേറ്റക്കാരും കയ്യേറ്റക്കാരും രണ്ടാണ്. കുടിയേറ്റക്കാർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. എന്നാൽ അതേസമയം അത് നിയമവിരുദ്ധമായി കൈവശം വെച്ച് അനധികൃതമായ കൺസ്ട്രക്ഷൻ എല്ലാം നടക്കുന്നവർക്ക് സ്വല്പം കുഴപ്പമുണ്ടാകും. അത് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മൂന്നാർ വിഷയത്തിൽ BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗുമായി ആലുവയിൽ കൂടിക്കാഴ്ച നടത്തി. കയ്യേറ്റം സംബന്ധിച്ച വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കുമ്മനം മന്ത്രിക്ക് മെമ്മോറാണ്ടം സമർപ്പിച്ചു. വിഷയം പഠിച്ച ശേഷം ആവശ്യമെങ്കിൽ വേണ്ടത് ചെയ്യാമെന്ന് രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു. Today I have received this memorandum from this Rajshekharan ji and a delegation led by him, and I will go through it. Then whatever will be needed, that will be done by us. വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് കണ്ടെത്തിയതിനാൽ മധ്യപ്രദേശിലെ വോട്ടിംഗ് മെഷീനുകളിൽ പുനഃപരിശോധന നടത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ പരിശോധന നടത്താൻ മുതിർന്ന ഉദ്യോഗസ്ഥരെ അയക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഈ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തുക. വോട്ടിംഗ് മെഷീനിൽ അപാകത കണ്ടതിനെ തുടർന്ന് കലക്ടറെയും പോലീസ് മേധാവിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റിയിരുന്നു. കുട്ടനാട്ടിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. സർക്കാർ സംവിധാനം ഉപയോഗിച്ച് കുടിവെള്ളം എത്തിക്കുന്നു എങ്കിലും ആവശ്യത്തിന് കുടിവെള്ളം ലഭിക്കാതെ വലയുകയാണ് കുട്ടനാട്ടുകാർ. വരൾച്ച രൂക്ഷമായതോടെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കുട്ടനാട്ടിലെ ജനങ്ങളും കുടിവെള്ളത്തിനായി പായുകയാണ്. കുട്ടനാട്ടിലെ 13 പഞ്ചായത്തുകളിൽ നെടുമുടി ഒഴികെ എല്ലാ പഞ്ചായത്തുകളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. കായലുകളിൽ ഉപ്പുവെള്ളം കൂടി കയറിയതോടെ ജനങ്ങൾ ഏറെ ദുരിതത്തിലാണ്. കൃഷിക്ക് ആവശ്യത്തിനുള്ള ശുദ്ധജലം പോലും ഇല്ലാത്തതിനെ തുടർന്ന്
കാർഷിക മേഖലയിൽ മാത്രം 60 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് കൃഷി വകുപ്പ് വിലയിരുത്തിയിരിക്കുന്നത്. ഇതിൽ 50 കോടിയിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നതും നെൽകർഷകർക്കാണ്. ആവശ്യത്തിന് ശുദ്ധജലം ലഭ്യമാകാതായതോടെ സ്വന്തം കൃഷി പോലും ഉപേക്ഷിക്കേണ്ടി വന്ന കർഷകർക്ക് ഇപ്പോൾ കുടിവെള്ളം പോലും ലഭിക്കുന്നില്ലെന്നുള്ളതാണ് പരാതി. വേനൽക്കാലം വരുമ്പോൾ ഉപ്പുവെള്ളം കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും പറയണ്ട, ഒന്നിനുമില്ല. കുളിക്കാനും കുടിക്കാനും എല്ലാം ഇതാണ് ഞങ്ങൾ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പൂടായപ്പോൾ ഒട്ടുമില്ല. ഒന്നുകിലും ആരെങ്കിലും ഹൗസ് കണക്ഷൻ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം, ഒരു 2-3 കുടം വെള്ളം എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങ് പാലത്തിൻ്റെ അവിടെ പോകണം വെള്ളം എടുക്കാനായിട്ട്. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് പ്രതിദിനം 2 ലക്ഷം ലിറ്റർ കുടിവെള്ളമാണ് സർക്കാർ കുട്ടനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൻ്റെ ദുരുപയോഗം തടയുന്നതിന് 3000 ലിറ്ററിൻ്റെ 186 ടാങ്കുകൾ സ്ഥാപിച്ചാണ് കുടിവെള്ളം സർക്കാർ ചെലവിൽ ഇപ്പോൾ വിതരണം ചെയ്തു വരുന്നത്. കുട്ടനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഒരു പരിധിവരെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ജനങ്ങൾ പറയുന്നത്. കുട്ടനാട്ടിലെ കായലുകളും ഇടത്തോടുകളും മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ജനങ്ങളാണ് വരൾച്ച മൂലം ഇപ്പോൾ ഏറെ ദുരിതമനുഭവിക്കുന്നത്. കുട്ടനാടിൻ്റെ ഉൾനാടൻ പ്രദേശങ്ങളിൽ വള്ളത്തിൻ്റെ സഹായത്തോടു മാത്രമാണ് ഇപ്പോൾ കുടിവെള്ളം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പുഴയും കടലും ചേർന്ന ആലപ്പുഴ ജില്ലയിൽ കുടിവെള്ളക്ഷാമം ഇത്രയധികം രൂക്ഷമാകുന്നത് വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അമേരിക്കയിലെ മലയാള മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 7ാമത് നാഷണൽ കോൺഫറൻസ് ഓഗസ്റ്റ് 24, 25, 26 തീയതികളിൽ നടക്കും. ജോസ് കണിയാലിന്റെ നേതൃത്വത്തിൽ ഷിക്കാഗോയിലെ ഹോളിഡേ ഇൻ ഹോട്ടലാണ് പരിപാടി. കേരളത്തിൽ നിന്നുള്ള മാധ്യമ രാഷ്ട്രീയ പ്രമുഖരും സാഹിത്യ പ്രവർത്തകരും അതിഥികളാകുന്ന കോൺഫറൻസിൽ പ്രസ് ക്ലബിന്റെ 7 ചാപ്റ്ററിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കും. ഇടുക്കി ജില്ലയെ പ്രധാന പച്ചക്കറി ഹബ്ബാക്കി മാറ്റുമെന്നും പീരുമേട് മണ്ഡലത്തിൽ അഗ്രോ പാർക്ക് സ്ഥാപിക്കുമെന്നും ഓർഗാനിക് എന്ന പേരിൽ തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ. ജില്ലാതല പച്ചക്കറി കർഷക പുരസ്കാര വിതരണവും ജൈവ കാർഷിക സംഗമവും വണ്ടിപ്പെരിയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൈവ സംസ്കാരത്തിലേക്ക് കേരള ജനതയെ മടക്കിക്കൊണ്ടുവരാനുള്ള പദ്ധതിക്കാണ് കൃഷി വകുപ്പിന്റെ ശ്രമമെന്ന് കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ജില്ലാതല പച്ചക്കറി കർഷക അവാർഡ് വിതരണവും ജൈവ കാർഷിക സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബഡ്ജറ്റിൽ ഇടുക്കിക്ക് പ്രഖ്യാപിച്ച അഗ്രി പാർക്ക് പീരുമേട്ടിൽ സ്ഥാപിക്കുമെന്നും ചടങ്ങിൽ അദ്ദേഹം ഉറപ്പു നൽകി. മണ്ണും ജലവും ശുദ്ധീകരിച്ച് വിഷരഹിതമായ കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കും. ഓർഗാനിക് എന്ന പേരിൽ തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ കർശന നടപടി സർക്കാർ സ്വീകരിക്കും. ചടങ്ങിൽ കർഷകർക്കുള്ള അവാർഡ് വിതരണവും മന്ത്രി നിർവഹിച്ചു. ES ബിജിമോൾ MLA അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളും കർഷകരുമടക്കം ആയിരക്കണക്കിന് ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇന്ത്യക്ക് അഭിമാനമായി ഏഷ്യയിലെ ഏറ്റവും നീളമുള്ള തുരങ്കപാത ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ 9.2 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത ഉധംപൂർ ജില്ലയിലെ ചെനാനിയിൽ ആരംഭിച്ച റംബാൻ ജില്ലയിലെ നഷ്രിയിൽ അവസാനിക്കും. തുരങ്കം യാഥാർത്ഥ്യമാകുന്നതോടെ ജമ്മു ശ്രീനഗർ യാത്രാ സമയം 2 മണിക്കൂർ കുറയും. സമുദ്രനിരപ്പിൽ നിന്ന് 1200 മീറ്റർ ഉയരത്തിലാണ് ഈ തുരങ്കപാത സ്ഥിതി ചെയ്യുന്നത്. 9.2 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത ഉധംപൂർ ജില്ലയിലെ ചെനാനിയിൽ ആരംഭിച്ച് റംബാൻ ജില്ലയിലെ നഷ്രിയിൽ അവസാനിക്കും. 5 വർഷത്തെ പരിശ്രമത്തിലൂടെയാണ് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള ദേശീയപാത 44-ൽ 3720 കോടി രൂപ ചെലവിൽ ഈ തുരങ്കം നിർമ്മിച്ചിട്ടുള്ളത്. ഓസ്ട്രേലിയൻ ടണൽ മെത്തേഡ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ലീസിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസാണ് പാത നിർമ്മിച്ചത്. തുരങ്കത്തിനുള്ളിലെ പ്രവർത്തനങ്ങൾ മുഴുവൻ പുറത്തുനിന്ന് നിയന്ത്രിക്കാവുന്ന സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. തുരങ്കത്തിനുള്ളിലെ ഓരോ 8 മീറ്ററിനുമിടയിൽ ശുദ്ധവായു കടക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം വെന്റിലേഷൻ സംവിധാനമുള്ള രാജ്യത്തെ ആദ്യത്തെയും ലോകത്തെ 6ാമത്തെയും തുരങ്കമാണിത്. ഏത് സമയവും ആശയവിനിമയം നിയന്ത്രിക്കുന്ന സംയോജിത സംവിധാനം ശ്രദ്ധേയമാണ്. അടിയന്തര ഘട്ടങ്ങളിൽ വാഹനങ്ങളിൽ നിന്ന് യാത്രക്കാരെ ഒഴിപ്പിച്ച് പുറത്തെത്തിക്കാനുള്ള സംവിധാനവുമുണ്ട്. വായുസഞ്ചാരത്തിന് പ്രത്യേകം വഴികൾ, നിരീക്ഷണ ക്യാമറകൾ, അപകടം സംഭവിച്ചാൽ വിളിച്ചറിയിക്കാനുള്ള സംവിധാനം, സ്വയം പ്രവർത്തിക്കുന്ന അഗ്നിശമന സിസ്റ്റങ്ങൾ, FM സിഗ്നൽ റിപ്പീറ്റർ തുടങ്ങിയ സേവനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വാഹനങ്ങൾക്ക് വേഗ നിയന്ത്രണവും ഉണ്ട്. കൂടാതെ ലോ ബീമിൽ ഹെഡ്ലൈറ്റ് പ്രകാശിപ്പിക്കുകയും വേണം. യാത്രക്കാരെ സഹായിക്കാൻ ഓരോ 150 മീറ്ററിലും ഫോൺ സംവിധാനം, മൊബൈൽ റേഞ്ച് ലഭിക്കാനും സജ്ജീകരണങ്ങളുണ്ട്. ജമ്മുകശ്മീർ പാതയിലെ യാത്രാസമയം 2 മണിക്കൂർ ലാഭിക്കാൻ ഈ തുരങ്കം സഹായിക്കും. മാത്രവുമല്ല, തുരങ്കപാത ഗതാഗതത്തിന് തുറന്നുകൊടുക്കുന്നതോടെ പ്രതിദിനം 27 ലക്ഷം രൂപയുടെ ഇന്ധനം ലാഭിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്.